നമ്മളൊരു വാർത്ത സൃഷ്ടിക്കാം, ഇന്ന് രാവിലെ എന്ത് വാർത്ത സൃഷ്ടിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സമീപനമാണ് നമുക്കുള്ളത്. വാർത്ത സൃഷ്ടിക്കാനുള്ളതല്ല, വാർത്തയുടെ സത്യം അറിയിക്കാനുള്ളതാണ്. രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. എൻ്റെ അച്ഛൻ പറയും 2 ആഴ്ച കൊണ്ട് രാഷ്ട്രീയമാകെ മാറി മറിയും, നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്തവർ സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും പുറന്തള്ളപ്പെടുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കാനായി ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം ചരിത്രത്തിന്റെ ആവർത്തനമാണെന്നും ചരിത്രത്തിന്റെ വിലയിരുത്തലാണെന്നും രാഷ്ട്രീയ വിജയങ്ങളുടെ രഹസ്യമെന്നും മന്ത്രി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. പെട്ടെന്ന് കാര്യങ്ങൾ മാറിമറിയാം. 2 ആഴ്ച കൊണ്ട് രാഷ്ട്രീയമാകെ പ്രവചിക്കാൻ കഴിയാത്ത വിധം മാറിമറിയാറുണ്ടെന്ന് തന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാധ്യമപ്രവർത്തന രംഗത്ത് മൺമറഞ്ഞുപോയ നമ്മുടെ പ്രമുഖരായ വ്യക്തികളെ, ഈ മേഖലയിൽ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. വളരെ വ്യത്യസ്തമായൊരു ചടങ്ങാണ്. പലപ്പോഴും മാധ്യമപ്രവർത്തകരിൽ ചില വ്യക്തികളെ മാത്രം നമ്മൾ അനുസ്മരിക്കാറുണ്ട്. അവരുടെ ബന്ധങ്ങൾ, അവരുടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ബന്ധങ്ങൾ, ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് അവരെ പലപ്പോഴും ആദരിക്കാറുണ്ട്. പക്ഷേ പൊതുവിൽ ഈ രംഗത്ത്, ഈ പ്രദേശത്ത് ചാലക്കുടി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മാധ്യമപ്രവർത്തകരെ ഓർക്കാനും അവരെ അനുസ്മരിക്കാനും അവരുടെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തി ശ്രീ ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ള പ്രമുഖരായ മാധ്യമപ്രവർത്തകർക്ക് നൽകുകയും ചെയ്യുന്നത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ ഈ അവാർഡിന് ഏറ്റവും അർഹനാണ്. 2 പ്രത്യേകതകളാണ്. ആരുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ്, അതാര് വാങ്ങുന്നു എന്നുള്ളതാണ്. എത്ര വലിയ മഹാൻ്റെ പേരിലുള്ള അവാർഡാണെങ്കിലും വാങ്ങുന്ന ആളിന് അതിന് യോഗ്യതയില്ലെങ്കിൽ അവാർഡിൻ്റെ വില പോകും. പക്ഷേ ഇവിടെ ഉണ്ണി ബാലകൃഷ്ണൻ ഈ അവാർഡ് ഏറ്റുമാറുന്നതോടെ ഈ അവാർഡിൻ്റെ മൂല്യം വർദ്ധിക്കുന്നു എന്ന് തന്നെ പറയാം. മലയാള വാർത്താ രംഗത്ത്, ജേർണലിസത്തിൽ നമ്മൾ ദൃശ്യമാധ്യമമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു എഴുതാനുള്ള കഴിവുകളും അദ്ദേഹത്തിൻ്റെ ഭാഷാ പരിചയവും, അതിലുപരിയായി രാഷ്ട്രീയമടക്കമുള്ള കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടെയുള്ള വിലയിരുത്തൽ, രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. എൻ്റെ അച്ഛൻ പറയും 2 ആഴ്ച കൊണ്ട് രാഷ്ട്രീയമാകെ മാറി മറിയും, നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ വളരെ അതിസൂക്ഷ്മമായി രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ള ആളുകൾ ചർച്ചകളിലും മറ്റും കാണുമ്പോൾ വളരെ ഷാർപ്പായി അദ്ദേഹം അഭിപ്രായങ്ങൾ പറയും. നടന്ന കാര്യങ്ങൾ അറിയിക്കലാണ് ന്യൂസ്. നമ്മളിപ്പോൾ നടന്ന കാര്യങ്ങൾ ഒരിടത്ത് നടക്കുന്നൊരു സംഭവം മറ്റൊരിടത്ത് എത്തിക്കുക എന്നുള്ളതാണ് ന്യൂസ് എന്ന് പറയുന്നത്. സത്യസന്ധമായി അത് റിപ്പോർട്ട് ചെയ്യുക. ഇനി നടക്കാൻ സാധ്യത, വിദേശ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന നയംമാറ്റങ്ങൾ, അമേരിക്കയുടെ നയംമാറ്റം, അങ്ങനെ പല ചൈനയുടെ നയംമാറ്റം, ഇങ്ങനെ ഉണ്ടാകുന്ന നയംമാറ്റങ്ങൾ, റഷ്യയുടെ മാറ്റം, ഇവയെല്ലാം എങ്ങനെ പ്രതിഫലിക്കും എന്ന് വളരെ ദീർഘവീക്ഷണവും ചിന്താശേഷിയും ഉള്ള ഒരാളിന് മാത്രമേ, ചരിത്രവുമായി ബന്ധപ്പെടുത്തിയും അല്ലാതെയും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ അത് പ്രവചിക്കാൻ കഴിയുന്ന ഒന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ്റെ പ്രത്യേകത. ഈ കാലഘട്ടത്തിലെ യുവാക്കൾ, യുവതികൾ, വിദ്യാർത്ഥിനികൾ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകൾ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ കണക്കാക്കുന്ന സ്ഥിരമായി ചെയ്തു വന്ന ചില രാഷ്ട്രീയ വോട്ടിംഗ് പാറ്റേണും കാര്യങ്ങളും, പക്ഷേ അദ്ദേഹം അത് എപ്പോഴും പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അത് മാറിക്കൊണ്ട് പുതിയൊരു ജനറേഷൻ്റെ ചിന്തകൾ, അതിനുകൂടി മുൻതൂക്കം, കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മൾ ഈ സിനിമയിൽ തന്നെയുണ്ട്, പല സംവിധായകരും ഒരുപാട് നല്ല സിനിമകൾ എടുത്തിട്ടുണ്ട്. അവരിൽ പലരും ഇന്ന് സിനിമയിലൊന്നുമല്ല, അവരെടുക്കുന്ന പടങ്ങൾ കാണാൻ ആളില്ല, അവരെടുക്കുന്നത് പൊളിഞ്ഞു പോകണം, പടങ്ങൾ പൊട്ടിപ്പോവുകയാണ്, അവരെ പണമെടുക്കാൻ ആരും സമീപിക്കുന്നില്ല. കാരണം വെച്ചാൽ അക്കാലത്തിൻ്റെ മാറ്റം അവർ ഉൾക്കൊണ്ടില്ല. തമിഴ് സിനിമയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ കെ ബാലചന്ദ്രൻ എന്ന സംവിധായകൻ, എനിക്ക് തോന്നുന്നു രജനീകാന്തിനെയും കമലഹാസനെയും സിനിമയിൽ കൊണ്ടുവന്ന കാലത്ത് അദ്ദേഹം സിനിമ എടുത്തു. അതിനുശേഷം യുവാവായ റഹ്മാനെ വെച്ചും സിനിമ എടുത്തു. എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം പ്രായം 10-80 വയസ്സാകുമ്പോഴും അദ്ദേഹം പുതിയ തലമുറയുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി മാറാൻ കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും കാലം പിടിച്ചത്. എന്നാൽ അതുപോലെ തന്നെ വലിയൊരു സംവിധാനമായിരുന്നു ഭാരതിരാജൻ. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം അപ്പോഴും ഇദ്ദേഹം ന്യൂ ജനറേഷൻ്റെ മനസ്സ് മനസ്സിലാക്കി, അവർ ഡാൻസാണ് താല്പര്യമെങ്കിൽ ഡാൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത്, പാട്ടിൻ്റെ രീതികൾ മാറ്റി, കഥയുടെ രീതികൾ മാറ്റി, അങ്ങനെ അദ്ദേഹം പല ഘട്ടങ്ങളിൽ കൂടി കടന്നു വന്ന് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു അത്ഭുതമാണ് കെ ബാലചന്ദ്രൻ എന്ന തമിഴ് സംവിധായകൻ. സംസ്ഥാനത്തിലാകെ അഭിമാനിക്കാവുന്ന മാധ്യമപ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണനാണ് ചാലക്കുടി പ്രസ് ഫോറം അവാർഡ് നൽകുന്നത് എന്നത് അവാർഡിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയാണെന്നും ഓരോ വർഷവും മുടക്കമില്ലാതെ പ്രസ് ഫോറം മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെയെല്ലാം ആദരിക്കാൻ പരിപാടി സംഘടിപ്പിക്കുന്നു എന്നത് മാധ്യമ സമൂഹത്തിനാകെ മാതൃകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തമാശകൾ നമ്മൾ കേൾക്കാറുണ്ട്. പത്മശ്രീ അവാർഡിനെ കുറിച്ചും പത്മഭൂഷണെ കുറിച്ചും ഒക്കെ ചിലർ പിന്നെ പറയുക, പിന്നെ മാറി പറയുക, അങ്ങനെയൊക്കെ പറയുന്ന തമാശകൾ നമ്മളിങ്ങനെ ട്രോളായിട്ട് കാണാറുണ്ട്.
അതുപോലെയല്ല, ഇത് അവാർഡ് ഒരു മാധ്യമപ്രവർത്തകൻ, ചെറുപ്പക്കാരനായ നമ്മളെ വിട്ടുപിരിഞ്ഞൊരു മാധ്യമപ്രവർത്തകൻ്റെ പേരിൽ നിങ്ങൾ സ്നേഹത്തോടെ സഹപ്രവർത്തകർ ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ് ഉണ്ണി ബാലകൃഷ്ണൻ വാങ്ങുന്നത്. അവിടെ ഈ ഒരു അവാർഡ് ദാനത്തിലൂടെ ഈ മരിച്ച് നമ്മളെ വിട്ടുപോയ ആ വ്യക്തിയുടെ മഹത്വം ഉയരുന്നു, അതോടൊപ്പം ഉണ്ണി ബാലകൃഷ്ണൻ്റെ മഹത്വം ഉയരുകയാണ്. മാധ്യമരംഗത്ത് വലിയ മാറ്റങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ് അദ്ദേഹം. പല മാറ്റങ്ങളും മനസ്സിലാക്കി അതനുസരിച്ചുള്ള കരുനീക്കം നടത്തുന്ന ഒരു സമർത്ഥനായ ഒരു മാധ്യമപ്രവർത്തകൻ നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന. കാരണം ഈ വാർത്ത എന്ന് പറയുന്നത് പൊതുവിൽ രാഷ്ട്രീയക്കാർക്ക് പേടിയല്ല. കാരണം ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നും എപ്പോഴാണ് ഉണ്ടാക്കുന്നതെന്നും എപ്പോഴാണ് വരുന്നതെന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ പലപ്പോഴും വാർത്ത ഉണ്ടാക്കലാണ്. നമ്മളൊരു വാർത്ത സൃഷ്ടിക്കാം, ഇന്ന് രാവിലെ എന്ത് വാർത്ത സൃഷ്ടിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സമീപനമാണ് നമുക്കുള്ളത്. വാർത്ത സൃഷ്ടിക്കാനുള്ളതല്ല, വാർത്തയുടെ സത്യം അറിയിക്കാനുള്ളതാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സാമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് സീനിയർ എഡിറ്റോറിയൽ കൺസൾട്ടന്റ് ഉണ്ണി ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. മാധ്യമ പ്രവർത്തന രംഗത്ത് 1/4 നൂറ്റാണ്ട് തികച്ച പ്രസ് ഫോറം സ്ഥാപക പ്രസിഡന്റും മലയാള മനോരമ ലേഖകനുമായ ലാലുമോൻ ചാലക്കുടിയെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള PN കൃഷ്ണൻ നായർ സ്മാരക ജില്ലാ മാധ്യമ പുരസ്കാരം കേരള കൗമുദി ഇരങ്ങാലക്കുട ലേഖകൻ VR സുകുമാരനും CK പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം മലയാള മനോരമ ചാവക്കാട് ലേഖകൻ KC ശിവദാസിനും പൗലോസ് താക്കോൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരം ചേലക്കര CCV ന്യൂസ് ചാനലിലെ വിബിക്സ് ചേലക്കരയ്ക്കും AP തോമസ് സ്മാരക ജില്ലാ വാർത്താ ചിത്ര പുരസ്കാരം കേരള കൗമുദി ചെറുവത്തൂർ ലേഖകൻ മനോജ് തൈക്കാടിനും സമ്മാനിച്ചു. ചടങ്ങിൽ കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ വനിതാ വാർത്താവതാരക പുരസ്കാരം പുതുക്കാട് NCTVയിലെ ന്യൂസ് റീഡർ റിയ മേരിക്കും, പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ പുരുഷ വാർത്താവതാരക പുരസ്കാരം കൊടകര KCVയിലെ KR ശശികുമാറിനും കെയർ കേരള ഫൗണ്ടേഷൻ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിലുള്ള ജില്ലാ പുരസ്കാരം പുതുക്കാട് ന്യൂസിലെ NM സരീഷിനും മന്ത്രി സമ്മാനിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേശ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗം CK പോൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLAയുടെ ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് അവാർഡ് നൽകി ആദരിച്ചു.